ചെത്തല്ലൂർ തെക്കുമുറി രാമൻ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 7, 8, 9 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കീഴിടമായ രാമൻ തൃക്കോവിൽ ക്ഷേത്രം അത്യപൂർവമായ ബലരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. 5 ജില്ലക്കാരുടെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നുണ്ട്. നവീകരിച്ച ഗോപുര സമർപ്പണം വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി മൂർത്തിയേടം കൃഷ്ണൻ നമ്പൂതിരി നടത്തും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രത്യേക വിശേഷ അവസരങ്ങളിലും മാസങ്ങളിലുള്ള 30 വ്യാഴാഴ്ച, അതുപോലെ തന്നെ കർക്കിടക മാസാചരണം, പലതരത്തിലുള്ള എല്ലാവിധ ആചരണങ്ങളിലും ഈ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ വനിതാവേദിയുടെ പ്രവർത്തകരുമൊക്കെ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റി ബോർഡിൻ്റെ പരിപൂർണമായ സഹകരണം ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. ഇനി കഴിഞ്ഞ 3-4 വർഷമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഒരു തുടക്കം മാത്രമാണ്, ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രദക്ഷിണ വഴി കട്ടവിരിക്കൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹകരണത്തോടു കൂടി അത് പൂർത്തിയാക്കി. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക്, ശൗചാലയം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അഗ്രശാല ഏകദേശം വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു, അത് പൊളിച്ചു പണിതു. ഇനിയിപ്പോൾ ഗോപുരം, ഈ വർഷം നമ്മുടെ ഗോപുരം മുഴുവൻ പൂർണ്ണമായും ജീർണാവസ്ഥയിലായിരുന്ന ഗോപുരം പൂർണ്ണമായും നമ്മൾ പൊളിച്ച് പണിത് പുതിയ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഓടും മരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ച് പണിതിട്ടുണ്ട്. അതിൻ്റെ ഒരു സമർപ്പണവും ഈ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാന്യനായ തന്ത്രിയാണ് ആ കർമ്മം നിർവഹിക്കുന്നത്. ഒപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ്, ഈ ക്ഷേത്ര കമ്മിറ്റിയോടുള്ള കൃത്യമായ സഹകരണത്തിന് ഞങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. എല്ലാ അംഗങ്ങളും പരമാവധി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും ക്ഷേത്രത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. തുടർന്ന് ക്ഷേത്രത്തിൽ ആചാര്യവരണം, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം എന്നിവയും നടക്കും. ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ കീഴിടമായി പ്രവർത്തിക്കുകയും 5 ജില്ലക്കാരുടെ ട്രസ്റ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ഷേത്രമായിട്ടുള്ള ഈ രാമൻ തൃക്കോവിൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഈ വരുന്ന മാർച്ച് 7, 8, 9 തീയതികളിൽ എല്ലാ വർഷവും വിപുലമായി ആചരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം കഴിഞ്ഞ വർഷങ്ങളിലേതിനേക്കാൾ കുറച്ചുകൂടി വിപുലമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്ര കമ്മിറ്റിയും ട്രസ്റ്റി ബോർഡ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനമുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ക്ഷേത്രത്തിൽ കളഭാഭിഷേകത്തോടു കൂടിയിട്ടാണ് പ്രതിഷ്ഠാദിനം ആഘോഷിച്ചിരുന്നതെങ്കിൽ ഇത്തവണ കലശങ്ങളിൽ തന്നെ ഏറ്റവും വിശേഷപ്പെട്ട കലശവിധികളിലൊന്നായിട്ടുള്ള ദ്രവ്യകലശം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച രാവിലെ പ്രത്യേക പൂജകൾ, തുടർന്ന് മലർ നിവേദ്യം, അഭിഷേകം, ബ്രഹ്മകലശപൂജ, പരികലശപൂജ, രാവിലെ ചുനങ്ങാട് ശശിപ്പിഷാരടിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ എന്നിവ ഉണ്ടാകും. വൈകിട്ട് കാര്യസാധ്യ പൂജ, കലശാദിവാസം, മുൻ മേൽശാന്തി മുണ്ടേടത്തുമന പരമേശ്വരം ഭട്ടത്തിരിപ്പാടിന് ആദരം എന്നിവയും ഉണ്ടാകും. തുടർന്ന് പൂതനാമോക്ഷം കഥകളിയും അരങ്ങേറും. കഥകളിക്ക് ശേഷം മേളം മ്യൂസിക്കൽ ബാൻഡ് ചെത്തല്ലൂർ അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധയും ഉണ്ടാകും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലഘുഭക്ഷണ വിതരണവും നടത്തും. ഞായറാഴ്ച രാവിലെ പ്രത്യേക വിശേഷ ചടങ്ങുകൾക്ക് ശേഷം ബ്രഹ്മകലശാഭിഷേകവും ശ്രീഭൂതബലിയും, വൈകിട്ട് ദീപാരാധന, നിറമാല, നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറും. പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ കാര്യസാധ്യ പൂജയും ഭക്തർക്കായി ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചെറുപ്പക്കാർ അതുപോലെയുള്ള ആളുകൾ നന്നായി സഹകരിക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യായുസ്സിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമായി കാണുന്ന ഒരു വിഭാഗത്തിൽ ആണ് ഇവിടെയുള്ള ആളുകൾ. അതുകൊണ്ട് ഓരോ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും എല്ലാ അംഗങ്ങളും എല്ലാ വീട്ടുകാരും നല്ല പരിപൂർണ സഹകരണമുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ക്ഷേത്ര ഭാരവാഹികൾ, ക്ഷേത്രത്തിലെ ജീവനക്കാർ, അതുപോലെ ട്രസ്റ്റികൾ, എല്ലാ ആളുകളോടും വളരെയധികം നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഓരോ ദിവസവും ഓരോ ആളുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഈ ഉത്സവം വളരെ ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഇതുപോലെ അറിയുന്ന എല്ലാ ആളുകളും ഈ കലാപരിപാടികൾക്ക്, ഈ പ്രതിഷ്ഠാ ദിനത്തിന് പങ്കെടുക്കണം, വൻ വിജയമാക്കി തീർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്തവണ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ അഗ്രശാലയിലേക്ക് ഭക്തർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകളും അഗ്രശാലയിലേക്ക് ഫാനുകളും നൽകുമെന്നും വൈസ് ചെയർപേഴ്സൺ എ രാധാമണി, രാമകൃഷ്ണൻ വാര്യത്ത്, ശ്രീധരനുണ്ണി അമ്പലത്ത്, ക്ഷേത്രമേൽശാന്തി ഹരീഷ്, ട്രഷറർ ഗോപാലൻകുട്ടി എന്നിവർ പറഞ്ഞു.
നമ്മളെ നാട്ടിലെ എല്ലാവരും കൂടി ഒരു 4-5 വർഷമായി സഹകരിച്ച് കമ്മിറ്റി അംഗങ്ങളായാലും ഇപ്പോൾ ഒരു മാതൃസമിതി വന്നിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ച് ക്ഷേത്രത്തിന് അനവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. നമ്മൾ ഈ മാതൃസമിതി ഈ ക്ഷേത്രത്തിലേക്ക് ഏകദേശം ഒരു 100 പ്ലേറ്റ് വാങ്ങി അന്ന് ഉദ്ഘാടനം ചെയ്യാനായി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ മാർച്ച് 7-ാം തീയതി വൈകുന്നേരം മാതൃസമിതി സമർപ്പിക്കുന്ന 100 പ്ലേറ്റും പിന്നെ 2 ഫാനുകളും നമ്മുടെ അഗ്രശാലയിൽ വെച്ച് ഭക്ഷണം കൊടുക്കുന്നതിനായി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദീകരണ യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയൻ കൂരിക്കാട്ടിൽ, സെക്രട്ടറി സുമേഷ്, മാതൃസമിതി കൺവീനർ നളിനി, ചെയർപേഴ്സൺ ശാന്ത, ട്രഷറർ സുലോചന, ജോയിന്റ് കൺവീനർ മിനി, ദിശ എന്നിവർക്കൊപ്പം മറ്റു ഭക്തരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN ചെത്തല്ലൂർ.